ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ് ഉലൂമുദ്ദീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ഉലൂമുദ്ദീനിലെ അദ്റസു സാബി അഷ്റ 17ാമത്തെ പാഠം തഖ്വൽ കുലൂബ്. എന്താണ് തഖ്വൽ കുലൂബ് പറഞ്ഞാലേ? ഹൃദയത്തിൽ തഖ്വയുണ്ടായിരിക്കുക, അതായത് ഭക്തി ഉണ്ടാവുക ഹൃദയത്തിൽ. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ ഏതു നാട്ടുകാരനാണ്? ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വരവും ഭാവവും കണ്ട് അവർ പേടിച്ചു. ഞങ്ങൾ ത്വായിഫുകാരാണ്, അവർ പറഞ്ഞു. ഖലീഫ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ വെച്ച് ശബ്ദമുയർത്തുകയോ? ഖലീഫ പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ വെച്ച് ശബ്ദമുയർത്തുകയോ? നിങ്ങൾ ഈ നാട്ടുകാരായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദായ മസ്ജിദുൻ നബവിയിൽ വെച്ച് ത്വായിഫുകാർ ശബ്ദമുയർത്തി സംസാരിച്ചതാണ്. അപ്പോൾ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? അപ്പോൾ അവർ പറഞ്ഞു ത്വായിഫുകാരാണെന്ന്. അപ്പോൾ എന്താണ്, നിങ്ങൾ ഈ നാട്ടുകാരായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമായിരുന്നു. ഖലീഫ ഉമർ ത്വായിഫുകാരോട് പറഞ്ഞതാണിത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ആരാണ് പറഞ്ഞത്, ആരോടാണ് പറഞ്ഞത്, എന്താണ് പറഞ്ഞതൊക്കെ മനസ്സിലാക്കുക. ആദരണീയ വ്യക്തികൾ, വസ്തുക്കൾ എന്നിവയെ ആദരിക്കൽ മുസ്ലിമിന് നിർബന്ധമാണ്. അത് ഇല്ലാത്തത് കൊണ്ടാണ് ഇബ്ലീസ് ശാപത്തിനിരയായത്. ആദം നബി അലൈഹി ഇസ്ലാമിനെ ആദരിച്ച് സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല കൽപ്പിച്ചപ്പോൾ അവൻ അനുസരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികൾ വളരെ അധികം ആദരിച്ചിരുന്നു. ജീവിതകാലത്ത് മാത്രമല്ല, വഫാത്തിന് ശേഷവും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫ് ഉള്ളതിനാൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാറുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികൾ വളരെയധികം ആദരിച്ചിരുന്നു. ജീവിതകാലത്ത് മാത്രമല്ല, വഫാത്തിന് ശേഷവും ആദരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫ് ഉള്ളതിനാൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ചോദ്യമായിട്ട് വരാറുണ്ട്. മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാറുണ്ടായിരുന്നില്ല ആരാണ്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫ് ഉള്ളതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചുകൊണ്ടാണ് അത് ഇമാം മാലിക് വാഹനപ്പുറത്ത് സഞ്ചരിക്കാത്തത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ആദരണീയ വ്യക്തികളെയും വസ്തുക്കളെയും ആദരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നബിമാർ, അഹ്ലുബൈത്ത്, സഹാബത്ത്, വലിയുമാർ, ആലിമുകൾ, സജ്ജനങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, മുതിർന്നവർ തുടങ്ങിയവരെ നാം ആദരിക്കണം. ഇവരാണ് ആദരണീയ വ്യക്തികൾ. നബിമാര്, അഹ്ലുബൈത്ത്, സഹാബത്ത്, വലിയുമാർ, ആലിമുകൾ, സജ്ജനങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, മുതിർന്നവർ തുടങ്ങിയവർ. ഖുർആന്, മതഗ്രന്ഥങ്ങൾ, കഅബത്തുൽ മുക്കറമ, ഹുജ്റത്തു ഷരീഫ്, മസ്ജിദുകൾ, മുഅ്മിനീങ്ങളുടെ ഖബറുകൾ മുതലായവയെ നാം ആദരിക്കണം. ഇതാണ് ആദരണീയ വസ്തുക്കൾ. ഖുർആന്, മതഗ്രന്ഥങ്ങൾ, കഅബത്തുൽ മുക്കറമ, ഹുജ്റത്തു ഷരീഫ്, മസ്ജിദുകൾ, മുഅ്മിനീങ്ങളുടെ ഖബർ മുതലായവയെ നാം ആദരിക്കണം. ആദരവർഹിക്കുന്നതെല്ലാം ബഹുമാനിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കൽ ഭക്തിയിൽപ്പെട്ടതാണ്. ഷാഇറ എന്താണ്? ചിഹ്നങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മളെ സ്മാർട്ട് എക്സാമിന് ചോദിച്ചിട്ട് ചിഹ്നങ്ങൾ എന്നതിൻ്റെ അറബി ഷാഇറ എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ് എന്ത്? മസ്ജിദുകൾ, കഅബത്തുൽ മുക്കറമ, നബിമാർ, അഹ്ലുൽ ബൈത്ത്. അതൊക്കെ അപ്പോൾ അള്ളാഹു തആല ആദരിക്കാൻ കൽപ്പിക്കപ്പെട്ടതിനെ ആദരിക്കുക, ബഹുമാനിക്കാൻ കൽപ്പിക്കപ്പെട്ടതിനൊക്കെ ബഹുമാനിക്കുക. അതൊക്കെ ഇതിൽ നിന്നാണ് നമ്മൾ ഈ പാഠത്തുനിന്ന് മനസ്സിലാക്കുക. ആരാണ് ഖലീഫ? ഖലീഫ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ഖലീഫ. രണ്ടാം ഖലീഫ ത്വായിഫ്, മക്കയുടെ അടുത്തുള്ളൊരു നാടാണ്. മസ്ജിദുൻ നബവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദാണ്. ആ മസ്ജിദിലാണ് ത്വായിഫുകാർ വന്ന് ശബ്ദമുണ്ടാക്കിയത്. ഇബ്ലീസ് പിശാചുക്കളുടെ പിതാവാണ് ഇബ്ലീസ്. സഹാബത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ, കൂടെ സഞ്ചരിച്ചവർ, സഹവസിച്ചവർ എന്നൊക്കെ പറയാം. പിന്നെ അഹ്ലുബൈത്ത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ്. വലിയ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ,
ആലിം എന്ന് പറഞ്ഞാൽ പണ്ഡിതനാണ്. കഅബത്തുൽ മുക്കറം എന്ന് പറയുന്നത് പരിശുദ്ധ കഅബയാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി. അപ്പോൾ ഇത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരും, ചോദ്യമായിട്ട് വരും. ആരാണ് വലിയ, ആരാണ് ആലിമ് എന്നൊക്കെ ചോദ്യമായിട്ട് വരും. ആരാണ് ഇബ്ലീസ്, തോയിഫുകാർ, തോയിഫ് എവിടെ, മക്കയുടെ അടുത്താണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഈ പാഠം പഠിക്കുക. അപ്പം എന്താണ് തദ്രിബാത്തിൽ ആദ്യം വരുന്നത്? എന്താണ് താഴെ തന്നത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. നമ്മൾ പാഠഭാഗത്തിൽ എന്താണ് ഇവിടെ തന്ന ഇതിന് സമാനമായത് പാഠഭാഗത്തിലുണ്ട്. അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇവിടേക്ക് പകർത്താനാണ്. അപ്പോൾ ഇവിടെ എന്താണ് വന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പാഠത്തിൻ്റെ ഫസ്റ്റ് പറയുന്നുണ്ട് നിങ്ങൾ ഏത് നാട്ടുകാരാണ്. അപ്പോൾ നമുക്കത് വായിച്ച് അത് താഴോട്ട് ഓരോന്നിൻ്റെയും അർത്ഥം മനസ്സിലാക്കി താഴോട്ട് എഴുതാം. ഉമർ റളിയല്ലാഹു അൻഹു മിൻ ഐന അൻതുമ, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്. കാല, അവർ പറഞ്ഞു മിൻ അഹ്ലി തോയിഫ്, ഞങ്ങൾ തോയിഫുകാരാണ്. കാല ലൗ കുന്തുമാ മിൻ അഹ്ലിൽ മദീനത്തി ലഔ ജഅതുകുമാ ഫഅനി അസ്വാതുകുമാ ഫിൽ മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ വെച്ച് നിങ്ങൾ ശബ്ദമുയർത്തുകയോ ഈ നാട്ടുകാരാണെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമായിരുന്നു. അപ്പോൾ പാഠത്തിൻ്റെ ഫസ്റ്റ് ഭാഗം നോക്കിയിട്ട് അതുവരെ ഇവിടേക്ക് പകർത്തി എഴുതുക. അടുത്തത് എന്താ വരുന്നത്? നംലൗൽ ഫറാ, വിട്ട ഭാഗം പൂരിപ്പിക്കണം. നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പോൾ ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് എഴുതാം. അടുത്തതാ ആദരണീയ വസ്തുക്കളെ ആദരിക്കൽ മുസ്ലിമിന് നിർബന്ധമാണ്. ആദരിക്കൽ. അപ്പോൾ ഇവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹു എന്ന് ഇവിടുന്ന് എഴുതുക. പിന്നെന്താണ്? ആദരണീയ വസ്തുക്കൾ ആദരിക്കൽ മുസ്ലിമിന് നിർബന്ധമാണ്. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ആദം നബി അലൈഹി ഇസ്ലാമിനെ ആദരിക്കാത്തതിനാൽ ഡേഷ് ശാപത്തിനിരയായി. ആരാണ്? ഇബ്ലീസ്. ഇബ്ലീസ് ശാപത്തിനിരയായി. അപ്പോൾ അടുത്തതും കൂടി പറഞ്ഞിട്ട് നമുക്ക് പാഠത്ത് കാണിക്കാം. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികൾ വഫാത്തിന് ശേഷവും ആദരിച്ചിരുന്നു. വഫാത്തിന് ശേഷവും ആദരിച്ചിരുന്നു. ആദ്യം ഇബ്ലീസ് എന്നത് ഇബ്ലീസ് ശാപത്തിനിരയായി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികൾ വഫാത്തിന് ശേഷവും ആദരിച്ചിരുന്നു. ജീവിതകാലത്ത് മാത്രമല്ല, വഫാത്തിന് ശേഷവും ആദരിച്ചിരുന്നു. അടുത്തത് ആദരിക്കേണ്ട 5 വസ്തുക്കളുടെ പേര് എഴുതണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെയായിരുന്നു 5 വസ്തുക്കളാണ് വേണ്ടത്. അപ്പോൾ അത് മാറിപ്പോകരുത്. വ്യക്തികളും വസ്തുക്കളും ഒന്നായി മനസ്സിലാക്കണം. അടുത്തത് ആദരിക്കേണ്ട 5 വിഭാഗം ആളുകളാണ്. അതാണ് വ്യക്തികൾ. ആളുകളാണ് വ്യക്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് രണ്ടും അടയാളപ്പെടുത്താം. ആദ്യം വരുന്നത് വസ്തുക്കളാണ് ചോദിച്ചത്. അതാണ് ഖുർആന്, മതഗ്രന്ഥങ്ങൾ, കഅബത്തുൽ മുക്കറമ, ഹുജ്റത്തു ഷരീഫ, മസ്ജിദുകൾ, മുഅ്മിനീങ്ങളുടെ ഖബറുകൾ മുതലായവയെ നാം ആദരിക്കണം. പിന്നെ ആളുകൾ, അതാണ് നബിമാര്, അഹ്ലുബൈത്ത്, സഹാബത്ത്, വലിയമാർ, ആലിമുകൾ, സജ്ജനങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, മുതിർന്നവർ തുടങ്ങിയവരെ. അപ്പോൾ ആളുകൾക്കാണ് വ്യക്തികൾ എന്ന് പറയുന്നത്. ഇത് വസ്തുക്കളാണ്. അടുത്തതാ ആദരണീയ വ്യക്തികളെയും വസ്തുക്കളെയും ബഹുമാനിക്കുന്നതിൻ്റെ വിധി എന്ത്? ബഹുമാനിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആദരണീയ വ്യക്തികളെയും വസ്തുക്കളെയും ആദരിക്കൽ മുസ്ലിമിന് നിർബന്ധമാണ്. അപ്പോൾ വിധി എന്താണെന്ന് വെച്ചാൽ നിർബന്ധം. അഹ്ലുബൈത്ത് എന്ന് പറയുന്നത് ആർക്കാണ്? നമ്മൾ അവസാനത്തിൽ പറഞ്ഞിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനാണ് അഹ്ലുബൈത്ത് എന്ന് പറയുന്നത്. ഇനി ആരാണ് സഹാബത്ത് എന്നാണ് അടുത്ത ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരാണ് സഹാബത്ത്. അപ്പോൾ അതൊക്കെ ഇവിടെ നോക്കിയിട്ട് എഴുതുക. അപ്പോൾ അത് ആരാണ് സഹാബത്ത്. അടുത്തത് എന്താണ്? ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു തോയിഫുകാരോട് ക്ഷോഭിച്ചത് എന്തിനായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ വെച്ച് ശബ്ദമുണ്ടാക്കിയതിനാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ വെച്ച് ശബ്ദമുണ്ടാക്കിയതിനാണ്. ഇവിടെ ഉണ്ടാക്കുകയോ എന്നാണ് ചോദിച്ചത്. ശബ്ദമുണ്ടാക്കിയതിനാണ് തോയിഫുകാരോട് ഉമർ റളിയല്ലാഹു അൻഹു ക്ഷോഭിച്ചത്. അടുത്തതാ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാറുണ്ടായിരുന്നില്ല. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫ് ഉള്ളതിനാലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചുകൊണ്ടാണ്. ഖബർ ഷരീഫ് ഉള്ളതിനാൽ അവിടെ വാഹനപ്പുറത്ത് സഞ്ചരിക്കാതിരുന്നത്. അപ്പോൾ മനസ്സിലാക്കുക. അടുത്തതാ ഇബ്ലീസ് പിശാചുക്കളുടെ പിതാവ്. അപ്പം അതിൻ്റെ ഡി എഴുതാം. മുഅ്മിന് ആണ് സത്യവിശ്വാസി. അപ്പം അതിൻ്റെ ഇ എഴുതാം.
വലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹു താലയുടെ ഇഷ്ടദാസന്മാരാണ്, അപ്പം അതിൻ്റെ എഴുതാം. സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരൻ, അപ്പം അതിൻ്റെ സി എഴുതാം. ആലിം എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ, അപ്പം അതിൻ്റെ ബി എഴുതാം. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഗുരുനാഥന്മാരെ ബഹുമാനിക്കണം. അതിന് നാം എന്തെല്ലാം ചെയ്യണം? ഗുരുനാഥന്മാരെ അനുസരിക്കണം, അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, അവരോട് സലാം പറയണം, അവർ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അവർ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണം. അതൊക്കെയാണ് നമ്മൾ ഗുരുനാഥന്മാരോട് നാം ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ അത്രയും എഴുതിയിട്ട് നമുക്കിവിടെ കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ഇത്രയാണ് 17ാമത്തെ പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.